ഹായ് ഹലോ ദേവാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. എല്ലാ വീഡിയോയും സ്പെഷ്യലാണ്, എന്നാലും ഇതെനിക്ക് കുറച്ച് കൂടുതൽ സ്പെഷ്യലാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകാട്ടോ. പ്രീ KG അപ്പോൾ ഇതൊരു ദിവസം ഈവനിങ് തൊട്ട് അടുത്ത ദിവസം ഈവനിങ് വരെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. മാക്സിമം ചെറുതാക്കിയാണ് ഞാനതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 8-ാം തീയതിയാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് തലേ ദിവസം വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോയി. അവർക്ക് വേണ്ട ബാഗ്, ഷൂവ്, സോക്സ്, കൊട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. മണ്ണാർക്കാടാട്ടോ ഇത്. മണ്ണാർക്കാട് ടൗണിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിയത്. അത്യാവശ്യം എന്നല്ല എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. അടുത്തുള്ള ടൗൺ മണ്ണാർക്കാടാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി. ഈ ഒരു ഷോപ്പ് കുറച്ച് പുതിയതാണ്, ഒരുപാട് നാളായിട്ടില്ല. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബാഗ്, ചെരുപ്പ്, വീട്ടിലുള്ള ചെരുപ്പ്, അതുപോലെ സോക്സ്, ഷൂവ്, അത്യാവശ്യം വേണ്ട അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷൂ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ എടുത്തു നോക്കി, ഇത് വാങ്ങിയില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കി. എല്ലാവരും പാക്ക് ചെയ്ത് തന്നു. ഈ ഒരു ബാഗും ഇതിൻ്റെ കളർ ചേഞ്ചിലുള്ള ഒരു ബാഗും, ഒരേപോലത്തെ ബാഗ്, സെയിം ഡിസൈനിലെ ബാഗ്, കളർ ചേഞ്ചിലാണ് വാങ്ങിയത്. അപ്പോഴേക്ക് തന്നെ ഒരു 7 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു. ആ സമയത്തൊക്കെ എല്ലാവരും ജോലി കഴിഞ്ഞ് പോകുന്ന സമയമൊക്കെ ആയതുകൊണ്ട് മിക്ക സ്ഥലത്ത് നല്ല ബ്ലോക്കായിരിക്കും അല്ലേ. ഇവിടെയത് നല്ല ബ്ലോക്കായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ സമയത്ത് പുറത്ത് പോകാനാട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെ ഞാൻ സാധാരണത്തേക്കാളും നേരത്തെ എണീറ്റു. ഇതൊരു 5:30 സമയമാട്ടോ. 5:30, 6 മണിക്ക് മുന്നേ ആണിത്. ആ സമയത്താണ് എഴുന്നേറ്റത്. കാരണം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ എണീറ്റു. ഇതുവരെ ആരും സ്കൂളിലൊന്നും പോവാത്ത കാരണം എപ്പോഴെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേക്കാറില്ല. ഒരു 5:45, 6 മണിയൊക്കെ ആകുമ്പോഴാണ് പാല് കൊണ്ടുവന്ന് വെക്കുക. ഒരാളിവിടെ കൊണ്ടുവന്ന് വെക്കും, നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അറിയാം, ഒരു 6 മണി സമയമാണിത്. കണ്ടോ, നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ആദ്യം കാണിച്ചപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് നല്ല ലൈറ്റ് പോലെ തോന്നിയിരുന്നു. പക്ഷേ 6 മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചു. ഞാൻ അത്യാവശ്യം കുറച്ച് കൂടുതൽ സ്പിരിച്വലായ ഒരാളാട്ടോ. ഒരുപാട് വിശ്വാസങ്ങളുള്ള ആളാണ്. അമ്പലത്തിൽ പോകുന്ന ഡെയിലി 2 നേരം അമ്പലത്തിൽ പോയാലും എനിക്ക് വളരെ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് വിടുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഏട്ടൻ ഓണത്തിന് ലീവിന് എന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ചായ വെച്ചിട്ട് തന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ ചോറ്, കറികൾ, അവർക്ക് എന്തൊക്കെ കൊടുത്തു വിട്ടാൽ അവർ കഴിക്കും, ചോറ് കഴിക്കുമോ, ആകെ ടെൻഷനായിരുന്നു. എന്നാലും ഞാൻ ചോറും കറിയും എല്ലാം ആക്കി പാക്ക് ചെയ്ത് കൊടുത്തിരുന്നു. ചോറും സാമ്പാറും അതുപോലെ പയറുതോരനും എല്ലാം ഒരു 8 മണിക്ക് മുന്നേ റെഡി ആയിട്ടുണ്ടായിരുന്നു. 9:45, 10 മണിയാകുമ്പോഴേക്ക് സ്കൂളിലെത്തണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഞാൻ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ദിവസം ഞാനും 8 മണി കൊണ്ടാക്കി. രണ്ടാമത്തെ ദിവസം പിന്നെ ഞാൻ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്ക് ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും എല്ലാം സെപ്പറേറ്റ് ആക്കി പാക്ക് ചെയ്ത് വെച്ചു.
അതിനിടയ്ക്ക് ബുക്ക് പൊതിയാൻ വെച്ചിരുന്ന പേപ്പർ തലേദിവസം രാത്രി നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ മുമ്പേ അതൊരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബുക്ക് പൊതിയാൻ വേണ്ടി തലേദിവസം രാത്രിയാണ് എടുത്തത്. ആ സമയത്ത് നോക്കുമ്പോൾ ബ്രൗൺ പേപ്പർ കാണാനില്ല. പിന്നെ കൈ കിട്ടിയ പേപ്പർ വെച്ച് തൽക്കാലം പൊതിഞ്ഞു. വന്നതിന് ശേഷം പേപ്പർ വാങ്ങി പൊതിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ജസ്റ്റ് അവരുടെ നെയിം സ്ലിപ്പും കിട്ടിയില്ലായിരുന്നു. സ്കൂൾ സീസണൊക്കെ കഴിഞ്ഞ കാരണം നെയിം സ്ലിപ്പുകളൊന്നും ഒരു കടയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് പിന്നെ റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് തൽക്കാലത്തേക്ക് ബുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം പേരൊന്ന് എഴുതി കൊടുത്തു. 2 പേരുടെയും പേര് എഴുതി കൊടുത്തു. ദേവാത്മിക വിനീഷ്, ദേവാത്മിക വിനീഷ്. ദേവു മീനു എന്ന് വിളിക്കുന്നതാണ് എല്ലാവർക്കും എളുപ്പം. ശരിക്കും പേര് ഇങ്ങനെയാണ്: ദേവാത്മിക വിനീഷ്, ദേവാത്മിക, മിക നിക, അതാണ് അവരുടെ പേര്. എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെയും ഇതുപോലെ തന്നെ ചെക്ക് ചെയ്ത് ഞാനെല്ലാം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ഓരോന്നാക്കി എടുത്ത് വെച്ചു. ടിഫിൻ ബോക്സ് വേറെ, ലഞ്ച് ബോക്സ് വേറെ, വെള്ളം വേറെ. ആദ്യം വാങ്ങിയ വാട്ടർ ബോട്ടിൽ ഒരു ബെയറിൻ്റെ ഒരു ടെഡി ബിയർ ടൈപ്പ് വാട്ടർ ബോട്ടിലായിരുന്നു. അപ്പോൾ അത് ബാഗിൽ വെക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി പിന്നെ വേറൊരെണ്ണം വാങ്ങിയിട്ടായിരുന്നു. ഫസ്റ്റ് യൂസ് അപ്പോൾ ഇതാ കൊടുത്തു വിട്ടത്. നമ്മൾ കയ്യിൽ വെച്ച് കൊണ്ടുപോയി, വാട്ടർ ബോട്ടിൽ കയ്യിൽ വെച്ച് കൊണ്ടുപോയി, ബാഗിനകത്ത് വെക്കാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പാക്കിങ്. ഇതാണ് ആ വാട്ടർ ബോട്ടിൽ. പക്ഷേ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന നല്ല ബോട്ടിലാണ്. പക്ഷേ ഉരുണ്ടിരിക്കുന്ന ബാഗിനകത്ത് കയറുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു. ആദ്യം ഞാൻ വെച്ചു, പിന്നെ ഞാനത് പുറത്ത് വെച്ചിട്ട് കയ്യിൽ പിടിച്ച് കൊണ്ടുപോവുക ചെയ്തത്. ചെന്നപ്പോൾ ഓടിച്ചാടി ഇതുപോലെയൊക്കെ പോയി. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളാണ്. അപ്പോൾ ചെന്നപ്പോൾ അവിടെ ടീച്ചർമാർ സാധാരണ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയത് കാരണം 10 മണി ആയത് കാരണം ടീച്ചേഴ്സ് എല്ലാവരും കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടാവും, അവരെ കയറ്റി വിടാൻ വേണ്ടിയിട്ട്. ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. pre-KG ഉണ്ട്, LKG, UKG. വന്നപ്പോൾ ഇതൊക്കെ എഴുതി സ്റ്റാറൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരുന്നത്. കൈയൊക്കെ പിടിച്ച് ടീച്ചർമാർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ഒരേപോലത്തെ സ്ലേറ്റ് തന്നെ വാങ്ങിയത്. ഒരേപോലത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരേപോലെ A ആണ് എഴുതി പഠിച്ചിരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.